ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൂരാണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് അടുപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ്. പൂര ദിവസമാവുക കാരണം നല്ല തിരക്കായിരുന്നു. അത് കാരണം വീഡിയോസ് കുറച്ച് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ രാവിലെ തൊട്ടിട്ട് ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് ഈ കുഞ്ഞു വീഡിയോയിൽ ഉള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് തുണിയൊക്കെ എടുത്തിട്ട് കുളിക്കാൻ പോവുകയാണ്. കുളി കഴിഞ്ഞ് വന്ന് അടുപ്പ് കത്തിച്ചു. ചോറിന് വെള്ളം അടുപ്പത്ത് വയ്ക്കുകയാണ്. അരിയൊക്കെ കഴുകി വെച്ചു. അടുപ്പത്തിട്ടു. അരി തിളച്ചു. അങ്ങനെ പാത്രത്തിൽ കുറച്ച് വെള്ളം മുകളിൽ വയ്ക്കുകയാണ്. ചോറൊക്കെ വാങ്ങി വെച്ചിട്ട് പിന്നെ അവിയലിൻ്റെ കഷ്ണം അത് അടുപ്പത്ത് വെച്ചു. എലിശ്ശേരിയൊക്കെ അപ്പോഴേക്കും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഷ്ണം അടുപ്പത്ത് വെക്കണമെന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുക്കറിൽ പരിപ്പ് വേവിച്ച് സാമ്പാർ കഷ്ണമൊക്കെ കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാറിനുള്ള തേങ്ങയൊക്കെ വറുത്തിട്ട് അരക്കുകയാണ്. ഇതിൽ പൂര ദിവസത്തെ ഭക്ഷണമൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. അത് ഷോർട്സ് ആക്കിയിട്ട് പൂരത്തിൻ്റെ അന്ന് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാറിനുള്ള അരപ്പൊക്കെ അരച്ച് വാങ്ങിയപ്പോൾ അവിയലിന് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കുകയാണ്. തേങ്ങയും പച്ചമുളകും ജീരകവും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് അത് വാങ്ങിയപ്പോൾ ഇടിച്ചക്ക തോരൻ വെക്കാനായിട്ട് മുളകും ചെറിയ ഉള്ളിയും കൂടിയിട്ട് ചതച്ചെടുക്കുകയാണ്. അത് വാങ്ങി പിന്നെ ചിക്കനിലേക്കുള്ള ഉള്ളിയൊക്കെ നേരാക്കി വെച്ചു. രാവിലേക്ക് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പുട്ടുണ്ടാക്കി. അതിലേക്ക് പപ്പടം പിന്നെ സാമ്പാറും കുട്ടികൾ കൂട്ടും. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൂട്ടുകാരീനെ കണ്ടു. അപ്പോൾ അവളുടെ അടുത്ത് ഫോൺ നമ്പറൊക്കെ വാങ്ങിക്കുകയാണ്. എന്നിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കുകയാണ്. അതൊക്കെ മസാലയൊക്കെ പുരട്ടിയിട്ട് അങ്ങനെ അടുപ്പത്ത് വയ്ക്കാൻ പോവുകയാണ്. കുറച്ച് കരിമീൻ വറുക്കാമെന്ന് വിചാരിച്ചിട്ട് കരിമീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും മസാല പുരട്ടി വെച്ചു. ചിക്കൻ കറി അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് തിളയ്ക്കാൻ തുടങ്ങി. അത് വാങ്ങിയപ്പോൾ പിന്നെ കരിമീൻ വറുക്കാൻ വെച്ചു. പാചകമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അടിച്ചോരി തുടയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ പണികൾ ചെയ്യാണ്. അത് കഴിഞ്ഞപ്പോൾ തുണികൾ കുറേ അലക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അലക്കി ഒക്കെ ഒന്ന് തോരിയിടുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക.